ക്യാൻസർ ബാധിച്ചപ്പോഴും ഗർഭചിത്രത്തിന് വഴങ്ങിയില്ല. ക്രിസ്തുവിശ്വാസത്താൽ രോഗത്തെ അതിജീവിച്ച് 4ാമത്തെ കുഞ്ഞിനെ സ്വീകരിച്ച ജസീക്ക ഗർഭിണിയായി 14 ആഴ്ചകൾ പിന്നിട്ട ശേഷം മാരകമായ സ്തനാർബുദം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഡോക്ടർമാർ ഗർഭചിത്രം നിർദ്ദേശിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ ജീവനു വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നിലകൊണ്ട ജസീക്ക ഹന്ന എന്ന ഡെട്രോയിറ്റ് സ്വദേശിനിയുടെ ജീവിത സാക്ഷ്യം അനേകർക്ക് പ്രചോദനമേകുന്നു. പ്രമുഖ കത്തോലിക്ക മാധ്യമമായ EWTNന്റെ ലൈഫ് വീക്കിലേക്ക് നൽകിയ അഭിമുഖത്തിലാണ് 4 കുട്ടികളുടെ മാതാവായ ജസീക്ക തന്റെ 4ാമത്തെ പ്രസവത്തിനിടെ താൻ കടന്നുപോയ സംഭവ വികാസങ്ങളെക്കുറിച്ച് വിവരിച്ചത്. തന്റെ 4ാമത്തെ ഗർഭം മുൻപത്തെ 3 വ്യത്യസ്തമായിരുന്നെന്നും വലുതെന്തോ ചെയ്യുവാൻ ദൈവം തന്നെ വിളിക്കുന്നതെന്ന് പോലെയാണ് തനിക്ക് തോന്നിയതെന്നും ജസീക്ക പറയുന്നു. ഗർഭവതിയാകുന്നതിന് മുൻപ് തന്റെ മാറിടത്തിൽ ഒരു അടയാളം ജസീക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നിസ്സാരമായൊരു മുഴ മാത്രമാണെന്ന് ഡോക്ടർമാർ തെറ്റിദ്ധരിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷമാണ് താൻ ഗർഭവതിയാണെന്ന കാര്യം ഹന്ന തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ ഗൈനക്കോളജി വിദഗ്ധനാണ് ജസീക്കയ്ക്ക് സ്തനാർബുദമാണെന്ന കാര്യം സ്ഥിരീകരിച്ചത്. പ്രാരംഭത്തിൽ 1ാമത്തെ സ്റ്റേജ് ആണെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയായതിനു ശേഷമാണ് 13 സെന്റിമീറ്ററോളം വലുപ്പമുള്ള ട്യൂമർ ആയിരുന്നെന്നും രോഗഘട്ടം 4ാമത് എത്തിയെന്നുമുള്ള കാര്യം ഡോക്ടർമാർ തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ ഭ്രൂണഹത്യ നടത്താൻ സമ്മർദ്ദം ശക്തമായി. എന്നാൽ ജീവനു വേണ്ടി ശക്തമായി വാദിച്ചിരുന്നവൾ ആരുടെയും സമ്മർദ്ദത്തിന് കീഴ്പ്പെടാൻ തയ്യാറായിരുന്നില്ല. ഉദരത്തിലുള്ള ജീവനു വേണ്ടി താൻ പറയേണ്ട കാര്യങ്ങൾ താൻ പറഞ്ഞു. അതിനു പിന്നാലെ എല്ലാവരും തങ്ങളുടെ സംസാരങ്ങളിൽ പരാമർശിക്കുന്ന ഒരു സ്ത്രീയായി താൻ മാറി. അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ ജസീക്ക വിശുദ്ധ ജിയന്ന വെരച്ചായുടെ മാതൃക പിന്തുടർന്ന് ചില ഭേദഗതികളോടെയുള്ള കീമോയ്ക്ക് വിധേയയാകുവാൻ ജസീക്ക തീരുമാനിച്ചു. പ്രതികൂലമായ ആരോഗ്യാവസ്ഥയിലും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസം കൊണ്ട് താൻ നേരിടുന്ന പോരാട്ടം ലോകത്തെ അറിയിക്കുവാൻ അവൾ തീരുമാനിച്ചു. താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് തുറക്കുകയും പ്രാർത്ഥിക്കുന്നതിനായി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഒരു സഹനവും വൃദ്ധാവിലാവില്ല എന്ന് ജസീക്ക ആവർത്തിക്കുന്നു. അന്നാളുകളിൽ എങ്ങനെ മഹത്വത്തോടെ മരിക്കാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പാതയിലേക്ക് ദൈവം തന്നെ നടത്തുകയാണോ അതോ എന്തെങ്കിലും അത്ഭുതം കാണിക്കുവാൻ പോവുകയാണോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. എനിക്ക് അത്ഭുത രോഗസൗഖ്യമുണ്ടാകാനും എന്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ജനിക്കാനുമാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത്ഭുതമാണോ മരണമാണോ തന്നെ തേടിവരിക എന്ന അനിശ്ചിതത്വം അപ്പോഴും നിലനിന്നിരുന്നു. എന്നാൽ കർത്താവ് അവളെ സ്പർശിച്ചിരിക്കുന്നു. യാതൊരു കുഴപ്പവും കൂടാതെ കുഞ്ഞു ജനിച്ചു. പ്രസവത്തിന് ശേഷം നടത്തിയ സ്കാനിംഗിൽ കണ്ടെത്തിയത് ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് പടർന്നിട്ടില്ല എന്നും ചികിത്സയ്ക്ക് ഭേദമാക്കുവാൻ കഴിയുന്ന അവസ്ഥയിലാണെന്നുമാണ്. തന്റേതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്ക് 3 ഉപദേശങ്ങളാണ് ജസീക്കയ്ക്ക് നൽകാനുള്ളത്. നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന്റെ കുരിശുമായി ബന്ധിപ്പിക്കുക, പരിശുദ്ധ കന്യകാ മാതാവിൽ അഭയം പ്രാപിക്കുക, ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് വിവിധ മെഡിക്കൽ മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നിവയാണ് അവ. മധ്യസ്ഥ സഹായത്താൽ അത്ഭുതം നടന്നതിനാൽ 4ാമത്തെ മകന് തോമസ് സൊളാനോസ് എന്നാണ് അവൾ പേരിട്ടിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട സൊളാനോസ് കാസിയുടെ നാമകരണ നടപടികൾക്കായി ഈ യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതവും സമർപ്പിച്ചിട്ടുണ്ട്.